2011-16 അധികാരത്തിലുണ്ടായ UDF ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ ഖജനാവിൽ അവശേഷിച്ചത് വളരെ തുച്ഛമായ സംഖ്യയായിരുന്നു. എന്നാൽ കൊടുത്തു തീർക്കാനുള്ള ബാധ്യത വൻപിച്ചതായിരുന്നു, എത്രയോ ഇരട്ടിയായിരുന്നു. ആ ബാധ്യത മുഴുവൻ പുതുതായി അധികാരത്തിൽ വന്ന സർക്കാരായിരുന്നു ഏറ്റെടുക്കേണ്ടത്. ആ കാലത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നു. 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. ആദ്യ ഗവൺമെൻറ്റിൻ്റെ രൂപീകരണം കഴിഞ്ഞ് ആദ്യ മന്ത്രിസഭാ യോഗം കണക്ക് ചോദിച്ചപ്പോഴാണ് 18 മാസത്തെ കുടിശ്ശിക. ആ കുടിശ്ശികയും മറ്റു കുടിശ്ശികകളും മറ്റു ബാധ്യതകളും എല്ലാം കൂടി ആയിരക്കണക്കിന് കോടി രൂപ LDF സർക്കാർ കൊടുത്തു തീർക്കേണ്ടതായി വന്നു. പണം കുടിശ്ശികയാക്കിയത് മാത്രമല്ല, നാടിൻ്റെ ഒരു മേഖലയും മുന്നോട്ട് പോയില്ല. എല്ലാ മേഖലയും തകർന്നു. ഇതിനെല്ലാം മാറ്റം വരേണ്ടിയിരുന്നു. ആ മാറ്റം ശരിയായ രീതിയിൽ LDF ജനങ്ങൾ ആഗ്രഹിക്കും വിധം വരുത്തി. അതാണ് 2021 തുടർഭരണം LDFന് സമ്മാനിക്കാനിടയായത്. ഇപ്പോൾ മൊത്തമായി എടുത്താൽ LDFൻ്റെ തുടർഭരണത്തിന് മുൻപുള്ള 5 വർഷവും കൂടി ചേർത്താൽ 10 വർഷം LDF കേരളം തുടർച്ചയായി ഭരിക്കുന്നു. ഇപ്പോൾ പഴയ കേരളവും പുതിയ കേരളവും തമ്മിലുള്ള വ്യത്യാസം, അതാണ് ജനങ്ങൾ സ്വാഭാവികമായും വിലയിരുത്തുക. അതിലേറ്റവും പ്രധാനം നിത്യജീവിതം തന്നെയാണ്. നിത്യജീവിതത്തിലുണ്ടായ പുരോഗതി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സമീപനം, അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്കാകെയും പാവപ്പെട്ടവർക്ക് പ്രത്യേകിച്ചും നൽകിയ മുന്തിയ പരിഗണന, ഇതൊക്കെ നാടിൻ്റെ അനുഭവത്തിലുള്ളതാണല്ലോ. ഈ 10 വർഷക്കാലം കൊണ്ട് നിത്യജീവിതം മെച്ചപ്പെടുകയാണല്ലോ ഉണ്ടായത്. നമ്മുടെ പ്രതിശീർഷ വരുമാനം വലിയ തോതിൽ വർദ്ധിച്ചല്ലോ. അതിനെല്ലാം ഇടയാക്കിയത് LDF സർക്കാർ അധികാരത്തിലുണ്ടായി എന്നുള്ളത് കൊണ്ടല്ലേ. ജനങ്ങളെപ്പറ്റി ചിന്തിക്കാത്ത UDF സർക്കാരിൻ്റെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിച്ചു പോകുന്ന ഒരു സർക്കാരായിട്ടാണല്ലോ LDF സർക്കാർ പ്രവർത്തിച്ചത്. ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗം ഭരണവും ജനങ്ങളും, ജനങ്ങൾക്ക് ഭരണം അനുഭവവേദ്യമാകുന്നത്, ഭരണ നടപടികൾ സുതാര്യമാകൽ, തീരുമാനങ്ങൾ എളുപ്പത്തിലാകൽ,
ഇതിലെല്ലാം പഴയ കാലത്ത് നാട്ടിൽ അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങൾ വളരെ വലുതായിരുന്നല്ലോ. ഭരണത്തിൻ്റെ സ്വാദ് സാധാരണ ജനങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഭരണ നടപടികൾ സുതാര്യവും ലളിതവുമാകണം. വല്ലാതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ചുവപ്പ് നാടൻ സമ്പ്രദായം, ചുവപ്പ് നാട എന്ന് പറയുന്ന ആ സമ്പ്രദായം വലിയ തോതിൽ പരിഹരിക്കപ്പെടണം. ഈ കാര്യത്തിൽ അഭിമാനകരമായ നേട്ടം നേടാൻ നമുക്കായല്ലോ.